ആത്മവിശ്വാസമുള്ളവന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിഞ്ഞേക്കാം. ഭീരുത്വം പരിഹാരമില്ലാത്ത വൈകല്യമാണ്. ധൈര്യവാൻ എന്നും മുന്നേറിക്കൊണ്ടേയിരിക്കും. ഭീരുവിന് സ്വയം മുന്നേറാൻ കഴിയില്ല. മുന്നേറുന്നവനെ തടയാനുമാവില്ല. കളവിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ കൂടുതൽ കൊയ്യാമെന്നത് വെറും വ്യാമോഹമാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഐശ്വര്യമറ്റതും അല്പായുസുള്ളതുമായിരിക്കും. സത്യസന്ധതയിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കാണ് നിത്യമാധുര്യവും എന്നും ജീവിതത്തിൽ നിലനിൽക്കുന്നതും. ജീവിതത്തിൽ വിജയപരാജയങ്ങളിൽ നമ്മുടെ പരിശ്രമം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സംസാരം. നല്ലതു പറയാനും, നന്മകൾ വിതയ്ക്കാനും, നേട്ടങ്ങൾ കൊയ്തെടുക്കാനും, ബന്ധങ്ങൾ സൃഷ്ടിക്കാനും വേണ്ട നാവിനെ പരാജയങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമ്മിലെ അവസാനിക്കാത്ത പരിശ്രമശീലവും സംസ്കാരസമ്പന്നവുമായ വാക്കുകൾ കൊണ്ടും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. പഴി കേൾക്കേണ്ടി വരുന്നതും കുറ്റം ആരോപിക്കപ്പെടുന്നതുമായ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ചില സമയങ്ങളിൽ നമ്മുടെ ആയുധം മൗനമാകണം. നമ്മുടെ നിശബ്ദത മറുപടിയായി മാറണം. മൗനവും ആയുധമാണ്, പ്രതിരോധമാണ്. ജീവിതത്തിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ലല്ലോ എന്നാശ്വസിച്ച് സമാധാനിക്കുക. പുഞ്ചിരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരാലും സാധിച്ചേക്കും. എന്നാൽ അവ പരിഹരിക്കാൻ എല്ലാവരാലും സാധിച്ചു കൊള്ളണമെന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ആവരുത്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുവാനും അത്തരം കാര്യങ്ങൾ ആരോടും ചോദിച്ച് പഠിക്കുവാനും മടിയും ആത്മാഭിമാനവും തടസ്സമാവരുത്. നിങ്ങൾ എന്തു ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു എന്നത് നിങ്ങളെയും അപ്പോഴത്തെ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികളിലേറെയും. എന്നാൽ സ്നേഹം തികച്ചും ആന്തരികമായ ഒരവസ്ഥയാണ്. അത് സ്വന്തം മനസ്സിനെ മാത്രം ആശ്രയിക്കുന്നതാണ്. അവനവൻ്റെ മനസ്സ് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഉള്ളിലുള്ള വികാരം എപ്രകാരം നടക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനവും. സ്നേഹം കിട്ടാൻ കാണിക്കുന്നതിൻ്റെ പാതി ശ്രമം പോലും ആരും അത് തിരികെ കൊടുക്കാൻ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹമാണ് ഉള്ളിൽ നിറയ്ക്കേണ്ടതെന്നും സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴടക്കേണ്ടതെന്നും നാം സ്വയം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വ്യക്തിയുടെ ഭാവിയെ അവരുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ഒരിക്കലും നാം വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയും തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നാം ഒരുക്കുന്ന അനുഭവങ്ങളാൽ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ലഹരിയായി മാറട്ടെ. സ്നേഹത്തിൻ്റെ ലഹരിയിൽ, കരുതലിൻ്റെ സൗന്ദര്യത്തിൽ, ചേർത്തുപിടിക്കലിൻ്റെ സംരക്ഷണത്തിൽ ജീവിതം ലഹരിയായി ആസ്വദിക്കാൻ സാധിക്കട്ടെ. ഓരോ നിമിഷവും ആസ്വദിക്കാം, ജീവിക്കാം.